ഒരു ഓഫ് ഡേ കിട്ടിയ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബോറടി തുടങ്ങും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു വിശേഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു. ഇതിപ്പോൾ വൈകുന്നേരം 7 മണിയായി കേട്ടോ. എനിക്ക് മാത്രമായിരുന്നു ഓഫുള്ളൂ. അരുണിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ആദിക്ക് സ്കൂളും ഉണ്ടായിരുന്നു. എന്ത് വിശേഷമാണെന്നുള്ളത് വഴിയേ പറയാം. ടൗണിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ആദ്യമേ ടൗണിൻ്റെ അപ്പുറത്ത് കടയിലേക്കാണ് പോകാനുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് വിശേഷ സ്ഥലത്തേക്ക് പോകാനുള്ളത്. നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ കുറേ നേരമായിട്ടൊരു ആംബുലൻസ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം നിലവിളി ശബ്ദവും ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ സമാധാനപരമായിട്ടാണ് പോകുന്നതെങ്കിലും നമുക്കത് കാണുമ്പോൾ ഒരു ടെൻഷനായി. എന്തായിരിക്കും ആരായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. അങ്ങനെ അതും ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി. നമുക്ക് ആദ്യമേ പോകേണ്ടത് അസ്തയിലേക്കാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അസ്തയിൽ വന്നിട്ടാണ് കൂടുതലും ഷോപ്പിംഗ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് കൂടുതലും ഷോപ്പിംഗ് എല്ലാം വരുന്നത്. എൻ്റെയും ആദിയുടെയും പോക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തോ കരുതി കുട്ടികളുടെ പോക്കാണെന്ന്. കടയിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഭയങ്കര ശുഷ്കാന്തി ആയിരിക്കുമല്ലോ. നമുക്ക് ചെറിയൊരു സാധനമാണ് വാങ്ങാനുള്ളതെങ്കിൽ പോലും നമ്മളെ കട മുഴുവൻ അരിച്ചു വെറുക്കും. അത് നമ്മുടെ ഒരു രീതിയാണ്. നമുക്ക് പോകേണ്ടത് അങ്ങേയറ്റത്തേക്കാണെങ്കിലും ഇങ്ങേയറ്റത്തുള്ള ഡ്രസ്സിൻ്റെ സൈഡിൽ നിന്നാണ് ആദ്യമേ തുടങ്ങുന്നത്. ബൈ ദ ബൈ, ഇത് ആദ്യയുടെ പുതിയ ജാക്കറ്റാണ്. അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ജാക്കറ്റാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖത്തെ വോൾട്ടേജ് കണ്ടാൽ അറിയാലോ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഡ്രസ്സിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ കടയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഏരിയയിലേക്കൊക്കെ പോകും. അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് പുതിയതായിട്ട് ഡിസ്കൗണ്ടിൽ വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഓഫർ കിടക്കുന്നത്, എത്ര % ഡിസ്കൗണ്ട് കിടക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി ചുമ്മാ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് സമയം കളയും. അതാണ് എൻ്റെ മെയിൻ ഹോബി. പിന്നെ ഞാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കുഞ്ഞുടുപ്പുകളുടെ ഏരിയ. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓരോ ഉടുപ്പുകളും ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കും. ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമല്ലേ ആ ഉടുപ്പുകളെല്ലാം കാണാൻ. എനിക്കാണെങ്കിൽ വാങ്ങാൻ ആണെങ്കിലും കൊടുക്കാനാണെങ്കിലും ഇപ്പം നിലവിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിക്കാറൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ ഒത്തിരി സമയം അത് കണ്ടുകൊണ്ട് നിൽക്കാറുണ്ട്. കോസ്മെറ്റിക്സിൻ്റെ ഏരിയയിലേക്കാണ് പിന്നെ ഞങ്ങൾ കൂടുതലും പോകാറ്. അതിൽ പല സാധനങ്ങളും ഉപയോഗിക്കാൻ പോലും എനിക്കറിയാൻ പാടില്ല. എന്നാലും ഞാനതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കും. നല്ല കളർഫുൾ അല്ലേ. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് 342 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സാധനങ്ങൾ 2 പൗണ്ടിന് കിട്ടുമെന്നായിരുന്നു ഞാൻ ആദ്യമേ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അത് 3 സാധനങ്ങളുടെ വിലയ്ക്ക് 2 എണ്ണം കിട്ടുന്നതാണ്. അതും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അരുൺ വരുന്നു. അരുൺ അവിടെ ഏതാണ്ടോ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവാണ്. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇലക്ട്രോണിക് സാധനമാണ്. നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്. ആദ്യക്കാണെങ്കിൽ എവിടെ ചെന്നാലും നിറച്ച് സംശയങ്ങളാണ്. എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെടികളുടെയും പൂക്കളുടെയൊക്കെ സൈഡിലേക്ക് പോയി. സംഭവം അവിടുത്തെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടെ എല്ലാം ഒരുവിധം വാടിയതൊക്കെ ആയിരുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടക്കുമ്പോൾ അവിടെ വാഴ നിൽക്കുന്നു. സംഭവം പുറത്ത് നടന്നതാണ്. വാഴ തന്നെയാണോ അതോ ഇനി വല്ല ചെടിയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം അവിടുന്ന് അരുൺ തിരക്ക് കൂട്ടാൻ തുടങ്ങി. സമയം പോയി, വേഗം വാ നമുക്ക് പോകണ്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബില്ലിങ്ങിൽ അരുണിൻ്റെ ഹെൽപ്പർ എപ്പോഴും ആദ്യം തന്നെയാണ് കേട്ടോ. ആദ്യമാണ് മിക്കതും സ്കാൻ ചെയ്തൊക്കെ കൊടുക്കുന്നത്. അവനത് വലിയ ഇഷ്ടമാണ് ചെയ്യാൻ. പുറത്തെത്തിയപ്പോഴത്തേക്കും പിന്നെ ചേട്ടന്മാരുടെ അടുത്തേക്കാണ് ഇനി പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതല്ലെങ്കിലും ചേട്ടന്മാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഭയങ്കര എനർജിയാണ്. അവിടെ ചെല്ലുമ്പം ഗെയിം കളിക്കാമല്ലോ. അസ്തയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. ആണ്ടേ നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ വാതിൽ തുറന്നു വയ്ക്കുന്നു. അശ്വിൻ വാതിൽ തുറന്നു. പുറകെ വരുന്നതാണ് ഏഷ്യറിൻ്റെ ആണ് ബർത്ത്ഡേ. നമ്മുടെ വീട്ടിലെ ചട്ടമ്പിയാണ് ഈ വരുന്നത്. പാപ്പുവിൻ്റെ ലോകത്താണ്. വീഡിയോ എടുക്കാമെന്ന് കേട്ടപ്പോഴത്തേക്കും ഇമ്മേൻ്റെ അകപ്പാടെ ഞെട്ടി. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി, കേക്ക് കട്ടിങ്. ഈ കേക്ക് ഉണ്ടാക്കിയത് ഇമ്മേൻ്റെ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. പിന്നെ പിള്ളേരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിർത്തി
കേക്ക് കട്ടിംഗ് പരിപാടിയിലേക്ക് കടന്നു. Happy birthday to you. Happy birthday dear Aisha. Happy birthday to you. കൊടുക്ക അവനോട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കലും വാങ്ങലും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കാര്യപരിപാടിയിൽ അടുത്തത് ഫുഡടിയാണ്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അരുൺ ആ സാലഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ അടുത്ത്. അത് വിനാഗിരി ഇട്ടിട്ടുണ്ടാക്കിയതാണ്. ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നത് യോഗട്ട് ഇട്ടിട്ടാണ്. അതുകൊണ്ട് ഇത് വേറെ ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലും പിന്നെ വർത്താനം പറയലും എല്ലാം അങ്ങനെ കുറേ നേരത്തേക്ക് നീണ്ടുപോയി. പിന്നെ ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴത്തേക്കും നല്ല ടയേർഡായിരുന്നു. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.